ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും കർത്താവിൻ്റെ ഈ ആഗമനകാലത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും. നമ്മൾ പതുക്കെ പതുക്കെ ക്രിസ്മസിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷയന്മാരെ പോലെ മാതാവായ മറിയത്തിൻ്റെ കൂടെ ഉണ്ണീശോയെ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്നത്തെ നിയോഗം സമർപ്പിക്കുക. അത്യപൂർവ്വം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് മുട്ടതിക്കാൻ പറ്റുന്നവർ മുട്ടയെന്ന് സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നത്തെ ദിവസത്തിന് കർത്താവിൻ്റെ കൈകളിൽ നിന്ന് അനുഗ്രഹം യാചിക്കുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത്. എൻ്റെ മകൾ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ അച്ഛൻ്റെ പ്രാർത്ഥന കൂടുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങളുടെ കൈ, ഇപ്പോൾ ഇന്നൊരു പ്രമാണം നടക്കുന്ന ദിവസമാണ്, അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് നടത്തുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ നക്കലുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് കൈ പിടിക്കണം. നിങ്ങൾ ഇന്നൊരു സർട്ടിഫിക്കറ്റിന് പോകുന്ന ദിവസമാണ്, അപ്പോൾ അതിനു വേണ്ടി അവിടെ കൊടുക്കേണ്ട ഒപ്പിട്ട് കൊടുക്കേണ്ട പേന അങ്ങനെയുള്ള കൈ പിടിക്കണം. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പോൾ ഇന്നൊരു അഡ്വാൻസ് കൊടുക്കുന്ന ദിവസമാണ്, അതിൻ്റെ 10 രൂപ അല്ലെങ്കിൽ 100 രൂപ എടുത്ത് കൈ പിടിക്കണം ഈ പ്രാർത്ഥനയുടെ സമയത്ത്. അപ്പം ഞങ്ങൾക്ക് സമയം തരാം, മക്കൾക്ക് എടുത്തുകൊണ്ട് വരാനൊക്കെയുള്ള സമയം തരാം. ഇനി ഏതെങ്കിലും പ്രത്യേക ഇപ്പോൾ അടുക്കള കെട്ടാൻ പോവുകയാണ്, അപ്പം നിങ്ങൾ അച്ഛൻ്റെ മൊബൈലുമായിട്ട് ആ അടുക്കള കെട്ടുന്ന സ്ഥലത്ത് പോയി നിൽക്കണം. ഒരു എക്സ്റ്റൻഷൻ എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കാർ ഷെഡ് ഇടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഗേറ്റ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ ഇത് പറയണില്ലേ, ഇപ്പം നാളെ മുതൽ നിങ്ങൾ ഈ ആ സബ്ജക്റ്റ് വൈസായിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നത് കർത്താവിന് ആ ഭൂമിയെ, ആ സ്ഥലത്തെ, ആ ഇടത്തെ ഏൽപ്പിക്കണം. ഓക്കെ, പ്രാർത്ഥനയിലേക്ക് വരാം. കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. മക്കൾ ഇന്ന് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പല വിഷയങ്ങൾ കർത്താവ് ഈ സ്ഥലത്ത് തന്നെ ഇപ്പോഴും പ്രയർ ഇൻറ്റൻഷൻസ്, പ്രാർത്ഥനാ നിയോഗങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ഈശോയെ.
അവർ ടൈപ്പ് ചെയ്യുന്ന നിയോഗങ്ങളെ അങ്ങയുടെ തിരുസേനയെ സ്വാഗതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശരീരത്തിന് പാണ്ടുള്ളവർ ഇപ്പം നീ കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് നെറ്റിയിൽ സൈഡിലൊക്കെ പാണ്ട് പോലെ ഇരിക്കുന്നവർ കാണിച്ചു തരുന്നു. അവരെല്ലാം നീ വിശുദ്ധമായ രക്തത്താൽ അവർ തളയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശരീരം വല്ലാതെ ചുരുങ്ങി വരുന്നവർ, കിഡ്നി ചുരുങ്ങുന്നവർ, സമയത്ത് ശ്വാസകോശം ചുരുങ്ങുന്നവർ, അവരെ എല്ലാം കർത്താവെ നിന്റെ വിശുദ്ധമായ രക്തത്താൽ അങ്ങ് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക അവയവങ്ങളെ കഴുകണമെന്ന് കർത്താവെ. നിന്റെ ഉന്നതമായ നാമത്തിൽ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോയെ. കർത്താവെ, പലതരത്തിലുള്ള കേസുകളിൽ പെട്ടിരിക്കുന്നവരുണ്ട്. കുടുംബ കോടതിയിൽ, അതുപോലെ തന്നെ മറ്റു തരത്തിൽ സിവിൽ കോടതിയിൽ, പറമ്പ് സംബന്ധമായ കേസുകൾ, ജോലി സംബന്ധമായ കേസുകൾ. കർത്താവ്, അങ്ങയുടെ മക്കളുടെ നീതി ലഭിക്കാൻ വേണ്ടി പരിശുദ്ധ ദേവമാത അനുഭവിക്കുന്നു. കർത്താവ്, പിൻകഴുത്ത് പഴുത്ത് ഇങ്ങനെ മുറിഞ്ഞൊക്കെ ഇരിക്കുന്നവരെ കാണിക്കുന്നുണ്ട്. ചൊറി പോലെ പിടിച്ച പോലെയൊക്കെ അവരൊക്കെ എല്ലാം വിശുദ്ധമാരെ തലയ്ക്ക് പ്രാർത്ഥിക്കുന്നു. വല്ലാണ്ട് മുടി കൊഴിഞ്ഞു പോയിട്ട് ശരീരം ചൊറിയുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, ഇപ്പോഴാരെല്ലാം നീ കാണിക്കുന്നുവോ അവരെല്ലാം നിന്റെ തിരുമുറുപാടുന്ന വലത് കർത്താവ് സ്പർശിക്കണം ഈശോയെ. ഒറ്റപ്പെട്ട് ഒരു വീട്ടിൽ 2 പേര് മാത്രം താമസിക്കുന്നുണ്ട്. അവർക്ക് പരസ്പരം ബോറടിച്ചിരിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ജീവിച്ചു പോണ്. മിക്കവാറും പലപ്പോഴും സ്നേഹത്തെക്കാളും വഴക്കാണ്. ഭാര്യയാണോ ഭർത്താവാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അങ്ങനെ വീടുകളിലൊക്കെ ഒരേ ആളെ തന്നെ എപ്പോഴും കണ്ടും കേട്ടും വീട്ടിൽ തന്നെ ഇരുന്ന് എന്തൊക്കെ പ്രത്യേക അവസ്ഥകളിൽ അകപ്പെട്ടിരിക്കുന്നവരുണ്ട് ഈശോയെ. ഈ തുറന്ന ജയിലും കാണാത്ത കയറുമെന്നൊക്കെ പറഞ്ഞ പോലെ മനുഷ്യരെ കെട്ടപ്പെട്ട അവസ്ഥയിലുള്ള ആൾക്കാരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ്, വാഹനം ഓടിക്കുന്ന പേടിയുള്ള പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് ഈശോയെ. ഇവിടുന്ന് പോകണവർ അതുപോലെ തന്നെ സുരക്ഷിതരായിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന വാഹനങ്ങൾ, പുറകെ വരുന്ന വാഹനങ്ങൾ, ഞങ്ങളുടെ വാഹനങ്ങൾ, കുറുകെ പോകുന്ന വാഹനങ്ങൾ എല്ലാം തട്ടിമുടി അപകടം ഉണ്ടാകാതിരിക്കാൻ നിന്റെ കിറിവുകളുടെ സംരക്ഷണം മക്കൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ മൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളോ അതുപോലെ തന്നെ അമിതമായ പാപകരമായ ചിന്തകൾ, വിചാരങ്ങളൊക്കെ കൊണ്ട് പ്രാർത്ഥനാ ജീവിതം ഡാമേജ് ആയിപ്പോയിട്ടുണ്ട് ഈശോയെ. അവരെല്ലാം നീ വിശുദ്ധമാരത് കഴുകണമേ. കൂടുതൽ ദൈവസ്നേഹത്തിൽ അവർ വളരാനും പുലരാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിത മാർഗത്തിന് വേണ്ടി കട, വ്യാപാരം, വ്യവസായം, കൊണ്ടുനടന്ന് വിൽക്കുന്ന സാധനങ്ങൾ, ഏജൻസി പണി ചെയ്യുന്നവർ, കമ്മീഷൻ ജോലി ചെയ്യുന്നവർ, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർ, ജീവിക്കാൻ വേണ്ടി ഓരോരോ കാര്യവും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ കർത്താവെ അവിടെ കൂടെ നീ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ തിരികെ വരുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള മാർഗം കാണിച്ചു തരണമേ. അവിടെ കാര്യങ്ങൾ പരിഹരിക്കാനും അവർക്ക് സമാധാനം ജീവിക്കാനുള്ള വഴികളുമായിട്ട് തിരിച്ചു വരാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവാഹം ഒത്തുവരാത്തവർ, ജീവിത പങ്കാളെ കിട്ടാത്തവർ, അനുകൂലമായ ജീവിത പങ്കാളെ നോക്കിയിരുന്ന് എല്ലാം അവസാനം അവർക്ക് പറ്റാത്ത കുടുങ്ങിപ്പോയ ആൾക്കാരുണ്ട്. അതിൻ്റെ പേരിൽ എപ്പോഴും വീട്ടിൽ പള്ളിപ്പോലും പോകാൻ തോന്നാത്ത ആൾക്കാർ എപ്പോഴും കെട്ടണില്ലേ, അതൊന്നും ആയില്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ആൾക്കാരുടെ വർത്തമാനങ്ങൾ കാരണം പള്ളിയെയും സമൂഹത്തെയും ഒക്കെ വെറുത്ത് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് ഉള്ളിലേക്ക് ചുരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ഇങ്ങനെ ഭാവ വ്യത്യാസത്തിൽ മുഖം ഇങ്ങനെ കല്ലുപോലെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ കുറേ മനുഷ്യർ വേദനിക്കുന്നുണ്ട്. അവരാരും സഹായിക്കും? നിനക്ക് മാത്രമേ സഹായിക്കാൻ പറ്റുന്നുള്ളൂ. ഈ പ്രഭാതത്തിൽ, ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് ഒരു സന്തോഷം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ കർത്താവിൻ്റെ ശക്തിനെ ആവശ്യിക്കട്ടെ. നിന്നെ കർത്താവ് സന്ധിക്കട്ടെ, നിന്നെ കർത്താവ് വീണ്ടെടുക്കട്ടെ. മാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മക്കളെ, ഇന്ന് ഡിസംബർ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച നമ്മൾ വായിക്കുന്ന വചനം ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 57-58 തിരുവചനങ്ങളാണ്. അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. എന്നെ എപ്പോഴും, എന്നെ മാത്രമല്ല ലോകത്തെ മുഴുവൻ സ്പർശിച്ചൊരു വചനമാണിത്. ഈശോയ്ക്ക് മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്നുള്ളത്. അത് കർത്താവും തെരുവിൽ ഉറങ്ങുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടു കാണും. കർത്താവും തെരുവിൽ ഉറങ്ങിയിട്ടുണ്ട് ജീവിതകാലത്ത് എല്ലാം. അവരിങ്ങനെ എല്ലാ ആൾക്കാരുടെ കൂടെയും കർത്താവ് അവരുടെ ജീവിതാവസ്ഥകളിലെല്ലാം കർത്താവ് സന്ധിക്കുകയും അതെല്ലാം പ്രാർത്ഥനയുടെയും സന്ധിപ്പിൻ്റെയും ദൈവത്തിൻ്റെ കരുണയുടെയും ഒക്കെ മേഖലയാക്കി അത് മാറ്റിയിട്ടുണ്ട് സുവിശേഷത്തിൽ. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കണത് മനുഷ്യപുത്രനെ
തല ചായ്ക്കാൻ ഇടമില്ല എന്നാണ്. നമ്മൾ ഇന്നത്തെ ഭാഷയിലൊക്കെ പറഞ്ഞ സ്പേസ് ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. എല്ലാവരും ആൾക്കാർ നോക്കണത് സ്പേസ് ഉണ്ടാക്കുന്നതല്ലേ. ഇപ്പോൾ വലിയ ക്രിമിനൽസ് പോലും ഒരാളെ തല്ലിയെന്ന് വിചാരിച്ചു, അവരുമായിട്ടുള്ള സ്പേഷ്യൽ കേസായിരിക്കും ചിലപ്പോൾ. അവർ അവിടെ പൊക്കിത്തരങ്ങൾ, തോന്നിവാസങ്ങൾ പോലീസിൽ പറഞ്ഞായിരിക്കും കേസ്. പക്ഷെ അതിൻ്റെ പേരിൽ ഇവർ ഉപദ്രവിക്കും. പക്ഷേ നാട്ടുകാർ ചോദിക്കുമ്പോൾ പറയും അയാൾ ആരെങ്കിലും തോണ്ടിയിട്ടത് ഞാൻ കണ്ടതാണ്, അതുകൊണ്ടാണ് ആ വഴി നടക്കാത്തത് കൊണ്ട്. അപ്പോൾ ഇവൻ നല്ല പിള്ളയായി എന്ന് വെച്ചാൽ അവൻ്റെ തോന്നിവാസങ്ങളിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് കണ്ടെത്തുക. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതായത് സ്പേസ് ഇല്ലാത്തവരും ഉണ്ട്. കാര്യം കുടുംബത്തിൽ ഇപ്പോൾ മുതിർന്നവർ, ഇപ്പോൾ ഇളയ മക്കളൊക്കെ ഉണ്ടല്ലേ, ഇളയ മക്കളൊക്കെ എപ്പോഴും ഒരു ദാർഢ്യമുള്ള മക്കളായിരിക്കും മിക്കവാറും. എല്ലാവരും അല്ല. എന്താ കാര്യം, അവർ വളർന്നു വരുമ്പോൾ മൂത്ത മക്കൾക്ക് ഭയങ്കര സ്നേഹം കിട്ടുന്നു, അത്രയും സന്ദർഭം ഇവർക്ക് കിട്ടത്തില്ല. ഇവിടെ കുറ്റങ്ങൾ അന്വേഷിക്കുന്നു, തിരക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് വളരാനുള്ള സ്പേസ് കിട്ടത്തില്ല. പിന്നെ ഇവർ ഇടിച്ചു തല്ലിയാണ് ആ കുടുംബത്തിൽ സ്വന്തം വ്യക്തിത്വം ഉറപ്പിക്കണം. അപ്പോൾ അവർ റഫായിരിക്കും, സ്പേസ് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇതുപോലെ സ്പേസ് കിട്ടാത്ത അവസ്ഥകളാണ്. ഇപ്പോൾ കുടുംബത്തിലൊക്കെ അവിടെ സ്കൂളിലൊക്കെ ഭയങ്കര കോമ്പറ്റീഷനല്ലേ. 96.5, 96.4, 97, 96.4 എന്നൊക്കെ പറഞ്ഞ് ഒപ്പം നിൽക്കുകയാണ്. പരീക്ഷയുടെ പേപ്പർ കാണിക്കുമ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുകയാണ്. ഒന്നുമില്ലേ, ഏതാണ്ട് തോറ്റ പിള്ളേരെക്കാൾ കഷ്ടമായിട്ടിരിക്കുകയാണ്. ആരാണ് 97കാരൻ്റെ ഇരിപ്പ് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുമ്പോൾ അവന് 1ാം റാങ്കുകാരനാകാനുള്ള സ്പേസ് അവിടെ ഇല്ല. കാര്യം 97കാരനുണ്ട്. അപ്പം 4 മാർക്ക് കുറവാണ്. പിന്നെ ആ പുസ്തകം ആ പേപ്പറും എടുത്തുകൊണ്ട് പിന്നെ ടീച്ചറിൻ്റെ പുറകെ ഹറാസ് ചെയ്ത് നടക്കാൻ വേണമെങ്കിൽ അമ്മനെ അപ്പനൊക്കെ വിളിപ്പിക്കും. എന്തിനാ, ഒരു കഥയില്ലെന്ന് നമുക്കറിയാം. ആ 4 മാർക്കിന് വേണ്ടി ഇവർക്ക് എന്തെല്ലാം കസരത്ത് കാണിക്കാം. ഈ കസരത്ത് കാണിക്കുന്നവർ ജീവിതകാലം മുഴുവൻ കസരത്ത് കാണിക്കും. മാർച്ച് കള പോട്ട എന്ന് വെച്ചാൽ പോകാനേ ഉള്ളൂ. സ്പേസ് ഇല്ല. അത് ക്രിസ്തുവിൻ്റെ കൂടെ എണ്ണപ്പെടുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഒന്നിലും നിരാശപ്പെടേണ്ട. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ തോറ്റു, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലാ, നാട്ടിലാ, അയൽക്കൂട്ടത്തിലാ, അല്ലെങ്കിൽ ഓഫീസിലാ, പാർട്ടിയിലാ നിങ്ങളെ സൈഡ് ലൈൻ ചെയ്തു. ഓക്കെ, സ്പേസ് ഇല്ല, നമുക്ക് സ്പേസ് കിട്ടിയില്ല. ജീവിതകാലം മുഴുവൻ സ്പേസ് കിട്ടാതിരുന്ന ഒരാളാണ് ഈശോ. സത്തത്തിൽ സ്ഥലം ലഭിച്ചില്ല, സ്പേസ് കിട്ടിയില്ല, അങ്ങനെ തൊഴുത്തിലായി. പിന്നീട് ഇവർ വരുമ്പോഴെല്ലാം മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല, സ്പേസ് ഇല്ല. കുരിശെ ഭൂമി കിടക്കാൻ പോലും സ്പേസ് ഇല്ല, കുരിശെ കിടക്കണം. പിന്നെ അടക്കാൻ പോലും സ്പേസ് ഇല്ല. അവർ അരിഞ്ഞപ്പോഴത്തേക്കും ജോസഫിൻ്റെ കല്ലറയിലാണ്. ഇപ്പം സ്പേസ് ഇല്ലാതെ ജീവിച്ച് സ്പേസ് ഇല്ലാതെ കടന്നുപോയ ഒരാളിൻ്റെ ജീവിതത്തിലെ നമ്മുടെ ആവേശം എന്ന് പറയുന്നത് ഏത് സ്പേസിലെ സിറ്റുവേഷനെ നീ അഭിമുഖീകരിക്കണം യേശുക്രിസ്തു നാമത്തിൽ. അപ്പം കർത്താവിൻ്റെ കൃപ നിന്നിലേക്ക് ആവശ്യിക്കുകയും നീ ശക്തിപ്പെടുകയും ചെയ്യും. പ്രൈസ് ായിരിക്കട്ടെ. എൻ്റെ പേര് അലൻ ദാസ്. ഞാൻ കളമശ്ശേരിയിൽ നിന്ന് വരുന്നു. 23 വയസ്സാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2019 നവംബർ 3-ാം തീയതിയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ കൃപാസനത്തിൽ വരാമെന്നുള്ള ആ ഭാഗ്യം അതെല്ലാവർക്കും കിട്ടില്ല. അത് ആ സമയമാകുമ്പോൾ മാതാവ് കൊണ്ടെത്തിക്കുന്നതാണ് കൃപാസനത്തിൽ. കാരണം അതുവരെ നമ്മൾ ജീവിതത്തിൽ കൂടെ പോകുന്ന പല വേദനകളും യാതനകളും എല്ലാം മാതാവ് ഈശോയിൽ അർപ്പിച്ച് നമ്മളെ എത്തിക്കുന്നതാണ് അവിടെ. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നു. ആ ദിവസം വേറെ ദിവസമായിരുന്നു വരേണ്ടത്. അപ്പോൾ അന്ന് മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുകൊണ്ട് ഞങ്ങൾക്കന്ന് ഉടമ്പടി എടുക്കാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യം. എന്നിട്ട് ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് പഠിച്ചതും കുറച്ച് എൻ്റെ വലിയ ഹയർ സ്റ്റഡീസൊക്കെ ചെയ്തത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അന്നത്തെ രക്തത്തളപ്പിനകത്ത് നമുക്കിങ്ങനെ അത്ഭുതം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വലിയ ഒരു ഫാൻറ്റസി തോന്നില്ല. ജസ്റ്റ് അത് ആൾക്കാരുടെ ഓരോ പെർസെപ്ഷനാണെന്നാണ് തോന്നണത്. പക്ഷെ ഞാനിവിടെ അന്ന് വന്ന് ഇവിടെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വന്നിട്ട് ഞാൻ ആ മൂലയ്ക്ക് ഇരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി പത്രികയും കയ്യിൽ വെച്ച് എൻ്റെ അമ്മയുണ്ടായി, എൻ്റെ ഒരു കസിൻ ചേട്ടനും ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ 3 പേര് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മാതാവിനെ നോക്കി. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, മാതാവ് എൻ്റെ ജീവിതം അത്ര വലിയ ഡിസിപ്ലിൻഡ് ഒന്നുമല്ല, കുത്തഴിഞ്ഞൊരു ജീവിതമാണ്. അപ്പോൾ മാതാവിൻ്റെ മകനോട് പറഞ്ഞ് എന്നെ ഒന്ന് മകൻ്റെ ശക്തി എന്നിലൊന്ന് കാണിച്ചു തരണേന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനറിയാതെ തന്നെ വിങ്ങിപ്പൊട്ടി കരയണമായിരുന്നു ആ മൂലയ്ക്ക് ഇരുന്ന്.
അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഇതെന്ത് പറ്റി, ഇവനെന്ത് പറ്റി? അപ്പം ഞാനിങ്ങനെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് എൻ്റെ വെള്ളമൊക്കെ കണ്ണീരൊക്കെ ഇങ്ങനെ മേത്തൊക്കെ ആയി ഞാൻ അവിടെ ഇരുന്ന് കരയുക. ഞാൻ ആരെയും നോക്കണമൊന്നുമില്ല. ഞാൻ അതുവരെ ചിന്തിക്കുമായിരുന്നു പലരും ഇവിടെ പള്ളിയിലൊക്കെ വന്ന് എങ്ങനെയാണ് കരയണമെന്ന്. പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി, ഈ ചുറ്റുവട്ടം, ഈ കലവൂര് കൃപാസനം എന്ന് പറയുന്ന ഈ അത്ഭുത സ്ഥലത്ത് മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണമുണ്ട്, മാതാവിൻ്റെ പ്രത്യേക ഒരു സാന്നിധ്യമുണ്ട്, ഈശോയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ വരുന്നവർ ബ്രോക്കണായിട്ടാണ് വരുന്നത്. അപ്പോൾ ബ്രോക്കണായിട്ട് വന്നവരെ ഇവിടുന്ന് മാതാവ് തൊട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു വലിയൊരു നിലവറയായിരിക്കും നമ്മുടെ ജീവിതം. അപ്പോൾ ഞങ്ങളന്ന് 6 നിയോഗങ്ങളാണ് വെച്ചത്. അപ്പോൾ 6 നിയോഗങ്ങൾ നടന്നു. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കാത്തതും സർപ്രൈസ്ഡായിട്ട് ജീവിതത്തിൽ വരുന്ന കൃപകൾ എല്ലാം ഒത്തിരി അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ബാംഗ്ലൂരിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ചിരുന്ന ഞാൻ അതിവിടെ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുന്ന ഒരു നിയോഗം, ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. 15 വർഷമായിട്ടൊരു ഭവനം ഞങ്ങൾക്ക് വേണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ 15 വർഷമായിട്ടും ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ച കാര്യം, എൻ്റെ അമ്മ എന്നും പള്ളിയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഒരു ഭവനം, ഒരു ചെറിയൊരു ഭവനം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ്, നിങ്ങളൊരിക്കലും ചെറിയ കാര്യങ്ങളല്ല ആഗ്രഹിക്കേണ്ടത്. ഈശോയോട് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈശോയ്ക്ക് തോന്നും, ഇവന് ഞാനൊരു കാര്യം കൊടുത്താൽ അവനത് വലിയതായിട്ട് തന്നെ, അവൻ്റെ ചിന്താഗതി ഉയർന്ന ചിന്താഗതിയാണ്, അവൻ്റെ ദാരിദ്ര്യ ചിന്താഗതിയല്ല, ഉയർന്ന ചിന്താഗതിയാണ്. അപ്പോൾ ഈശോ എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പനാണ്. അപ്പോൾ അപ്പൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഉയർന്ന കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അച്ഛൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് ചെറുതായിട്ടൊന്ന് ആഗ്രഹിക്കണം, നമുക്ക് ഈശോ തരും. അപ്പം ഞാൻ ആഗ്രഹിച്ച 4 മുറിയുള്ള ഭവനമാണ് ഞങ്ങളന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ അന്ന് ഭവനത്തിൻ്റെ പണി കൊറോണയുടെ സമയത്ത് തുടങ്ങി. അതൊക്കെ അത്ഭുതങ്ങളാണ് അതിനകത്ത്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് ഇന്ന് ഈ ദിവസം പോരാ. ഒത്തിരി അത്ഭുതങ്ങളിൽ കൂടെ അമ്മ കൊണ്ടുവന്ന് കിടന്നു. ഞങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസവും ഓരോ പൈസ ഓരോ രീതിയിൽ അമ്മ കൊണ്ടു തന്നു ഈശോയിലൂടെ. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഭവനത്തിൻ്റെ കാര്യം വന്നപ്പോഴാണെങ്കിലും ഒത്തിരി സഹായങ്ങൾ വന്ന്, ഒത്തിരി എല്ലാം കറക്റ്റ് സമയത്ത് ഈശോയും മാതാവും കൂടി കൂട്ടി നടത്തി തന്ന്. അങ്ങനെ ഭവനം ശരിയായി. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചത് 4 മുറിയുള്ള ഭവനം, പക്ഷെ 5 മുറിയുള്ള 3 നില ഭവനം കിട്ടി. ഞങ്ങളുടെ കയ്യിലൊന്നും ഒരു ക്യാപിറ്റൽ ഇല്ലാത്തവ ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഭവനത്തിന് എന്തായാലും ഒരു പേരിടണം. അപ്പം ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചില്ല, കൃപാസനം എന്ന് പേരിട്ടു ഭവനത്തിന്. വീട്ടിൽ ചെന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണാം കൃപാസനം എന്ന് അവിടെ പേരിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നടന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഈ ഭവനം പണിയാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ എൻ്റെ അപ്പൻ്റെ ബന്ധുക്കൾ അത് സമ്മതിച്ചില്ല നടത്താൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ അവർക്ക് അത് പറ്റില്ല, ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോയി രക്ഷപ്പെടണത് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇന്നും അവരോട് സ്നേഹമൊക്കെ ഉള്ളൂ. എന്നാലും അവരപ്പോൾ നടക്കാത്ത സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അവർ പറഞ്ഞത്, ഞങ്ങൾ ഗുണ്ടകളെ വെച്ച് ഇതൊക്കെ ഒഴിവാക്കും, ഇതൊന്നും നടത്തി തരില്ല എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞ്. പക്ഷേ ഈശോ മാതാവിൻ്റെ കാശിരൂപത്തിൻ്റെ അത്ഭുതം ഞാൻ അന്നാ മനസ്സിലാക്കണത്. അമ്മ അത് അപ്പൻ്റെ ബനിയത്തിൽ കൊളത്തി വെച്ചിട്ട് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഞങ്ങളുടെ ആ പറമ്പിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. അമ്മ മാതാവ് അവരെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഞങ്ങൾ ആ സ്ഥലം അളന്ന് അത് വിറ്റ് ആ പൈസയും നമുക്ക് വീട് പണിയാനായിട്ടൊരു ഈടായിട്ട് വന്നു. അതൊരു രണ്ടാമത്തെ ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ 2 അത്ഭുതം. പിന്നെ 3ാമത് എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതം, എനിക്ക് ഈ സ്കിൻ ഡിസീസ് ഉണ്ടായി. ഞാനപ്പോൾ ഈ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഡ്രൈ സീസൺ വരുമ്പോൾ എനിക്ക് മേല് മൊത്തം ഇങ്ങനെ ഈ സ്കിന്നിങ്ങനെ പൊലിഞ്ഞ് പോവുമായിരുന്നു. അപ്പോൾ അങ്ങനൊരു ഇത് വന്നപ്പോൾ ഒത്തിരി പേര് ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ അടുത്ത് നിന്ന് മാറിയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം, അപ്പോൾ ഇതൊക്കെ ഒന്ന് കണക്കിലെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളിത് വന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ തന്നെ നവീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നെ തന്നെ നവീകരിച്ചു, ദൈവം അനുഗ്രഹിച്ച്. എൻ്റെ അമ്മ അതിലൊത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നെ നവീകരിക്കാനായിട്ടൊരു വലിയൊരു ഫാക്ടറായിരുന്നു. ഞങ്ങൾ കുടുംബത്തിൽ തന്നെ സമാധാനവും ശാന്തിയും സമൃദ്ധി ഐശ്വര്യം ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ സ്കിൻ ഡിസീസ് ഞാൻ ഈ നിയോഗത്തിലൂടെ മാതാവ് അതെടുത്ത് മാറ്റി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്, ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ പുറത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഭവനത്തിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപിറ്റലൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചത് എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. അപ്പോഴത്തേനും എനിക്ക് പുറത്ത് പോകാനൊരു അവസരം കിട്ടി. അതിലൊക്കെ ഒത്തിരി ഞാൻ IELTS പഠിക്കാൻ പോകാനാണെങ്കിലും ഇൻ്റർവ്യൂവിന് പോകാനാണെങ്കിലും ഞാൻ കാശ് രൂപ എൻ്റെ പോക്കറ്റിലിടും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മേത്ത് ഇങ്ങനെ ബനിയത്തിൽ കുത്തിവെച്ച് ഷട്ടൈൻ്റെ പുറത്തിട്ടിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രത്യേക ധൈര്യം. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും പരീക്ഷ എഴുതുമ്പോഴാണെങ്കിലും വലിയൊരു
ധൈര്യമാണ്. ഞാൻ പോകുമ്പോൾ ഞാൻ കാറിലാണ് പോകണമെങ്കിൽ ഇപ്പുറത്തെ സീറ്റിൽ ഞാൻ മാതാവ് ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. എന്നിട്ട് ഞാൻ മാതാവ് ഉണ്ട്, അപ്പോൾ ഞാൻ പറയും മാതാവ് ഇത് ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ കാര്യങ്ങൾ, അപ്പോൾ എല്ലാം സെറ്റാക്കി തരണമെന്ന് ഞാൻ കൂടെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പരീക്ഷയുടെ സ്ഥലത്താണെങ്കിൽ എൻ്റെ കൂടെ നിർത്തും. എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതും. ഞാൻ എന്നിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ പോകും. അപ്പോൾ ഇന്നും എന്നെ ആ കാശിരൂപം ഒരു കാര്യത്തിലും എന്താഗ്രഹമാണെങ്കിലും ഒരു കാര്യത്തിലും എന്നെ അത് ഡൗൺ ആക്കിയിട്ടില്ല. ഞാൻ എന്നെ നവീകരിച്ച് ആ കാശിരൂപം എടുത്ത് എന്ത് കാര്യത്തിന് പോയിട്ടുണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു അത്ഭുതമുണ്ട്. എന്ത് കാര്യത്തിന് പോകണോ കാശിരൂപമായിട്ട് പോയാൽ അത് നടക്കും. പിന്നെയുള്ള ഒരു കാര്യം, എൻ്റെ ചേച്ചി പാരീസിൽ പഠിക്കാൻ പോയതാണ്. അപ്പോൾ ആൾക്ക് പഠിത്തം കഴിഞ്ഞിട്ട് വിസ വരുന്നില്ല, ജോലി വരുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ കഷ്ടപ്പാടായിരുന്നു ആൾക്ക് കുറേ നാളത്തേക്ക്. അപ്പം മാതാവിൻ്റെ കാര്യം ഞങ്ങൾ അപ്പോഴാണ് ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പം മാതാവിനോട് പ്രത്യേകം പറഞ്ഞ് മാതാവ് ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് ചേച്ചിക്ക് അങ്ങനെ മാതാവിൻ്റെ വേറൊരു സംരക്ഷണം, അവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, അവിടെ ഒരു സംരക്ഷണവും പ്രത്യേക സ്നേഹവും ഒന്നും ഇല്ലെങ്കിലും ആൾക്ക് സമാധാനം സംതൃപ്തിയുണ്ട്. അത് കിട്ടിയത് ഈ ഉടമ്പടി എടുത്ത് മാതാവിനെ ഞങ്ങൾ അർപ്പിച്ച് ഞങ്ങളുടെ കുടുംബത്തെ തന്നെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഈശോയ്ക്ക് കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവ് ആ സ്വാതന്ത്ര്യം വെച്ച് പറഞ്ഞില്ലേ, മകനെ ഇവർക്ക് വീഞ്ഞില്ല, ഇവരെ നീ സഹായിക്കണമെന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാൻ പറഞ്ഞു ഈശോയുടെ അടുത്ത്. അങ്ങനെ മാതാവ് അത് ചെയ്തു തന്നു. പിന്നെ ജീവിതത്തിലുണ്ടായ വേറൊരു കാര്യമാണ്, എൻ്റെ ഒരു കസിൻ ചേച്ചി, എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ചേച്ചി, ഷിലു എന്ന് പറയും. അപ്പോൾ ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചിക്ക് കല്യാണം ഉറക്കല്ല, ചേച്ചിക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയാം, നമുക്ക് ആ ചേച്ചിയുടെ കാര്യം ഒന്ന് ഉടമ്പടിയിൽ വെക്കാം. അങ്ങനെ ആ ചേച്ചിയുടെ കാര്യം ഉടമ്പടിയിൽ വെച്ച് 3 മാസത്തിനകം നല്ല ആലോചന വന്ന അവരിപ്പോൾ സന്തോഷമായിട്ട് ഗുജറാത്തിൽ ജീവിക്കണതാണ്, സന്തോഷത്തിൽ. അങ്ങനെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വചനമാട്ടോ, നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്നുള്ളൊരു വചനം. അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ പലപ്പോഴും ഓരോ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഞാനിപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം എനിക്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയൊരു തടസ്സമില്ലാണ്ട് എല്ലാം നടക്കുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കും ഇതെന്താ ഇങ്ങനെ. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു വചനമാണ് അലന്താസ്. എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ അറിയാതെ വന്നൊരു സ്വരമാണ്, അലന്താസെ, എൻ്റെ പേര് അലന്താസ് എന്നാണ്. അലന്താസെ, നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് അത് എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ പറയും. അപ്പം ഞാൻ ഓർക്കും ദൈവത്തിന് നന്ദി, ദൈവം ഇതൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറയും. പലപ്പോഴും എനിക്ക് കുളിര് കയറും. ഇങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വന്ന് കരഞ്ഞപ്പോൾ എൻ്റെ മേല് മൊത്തം തണുപ്പും ചൂടൊക്കെ വന്ന് കുളിരെടുത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായി മാതാവിനെ തൊട്ടതാണ്. അത് ഞാൻ എന്ന് ഇവിടെ വന്നാലും ആ വാതിലിൻ്റെ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ എനിക്കത് കിട്ടും. മാതാവ് അപ്പോൾ പറയും അതെ അലന്താസ് വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ എന്നെ തൊടും. അത് എനിക്ക് ഉറപ്പാണ്. പിന്നെയുള്ള കാര്യം, ഒത്തിരി അഡിക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ. അപ്പം ഞാനത് ലൈഫിൽ നിന്ന് മാറില്ല എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് അതിനകത്ത് ആ ഒരു അഡിക്ഷൻ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. പിന്നെ അതൊരു അഡിക്ഷൻ ആയിട്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ഒക്കെ മാതാവ് ഈശോയിലൂടെ തന്നു. ആ മാതാവിന്, അമ്മ മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. പരിശുദ്ധമ്മയ്ക്ക് തിരുക്കുമാരനവരാരും നന്ദി പറയാം. അലൻദാസ് പറഞ്ഞ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ്. ഒന്നാമത് അലൻ പറയുന്ന അലവന് 23 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അലൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത്, ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്ത് എനിക്ക് ഈ അത്ഭുതങ്ങളിലും കാര്യങ്ങളിലൊന്നും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ യുവജനങ്ങളിൽ പലർക്കും ആ ഒരു ബോധം പോലും ഇല്ല പലപ്പോഴും. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർ അങ്ങനെ ചിന്തിക്കണില്ല. കാരണം അവർ ജനിച്ച് വളർന്ന് വന്നതിൽ അത്രയും കാര്യങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല. പക്ഷേ അലന്ദാസ് ഇവിടെ പറയണത്, ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഞാനിവിടെ ഈ ഒരു സൈഡിലായിട്ട് ഇരുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലൊരു തണുപ്പ് പോലെ അനുഭവപ്പെട്ടിട്ട് കുളിർന്ന് കയറി. എന്നിട്ട് ഞാൻ ചുമ്മാ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ദേവാലയത്തിലിരുന്ന് ഒത്തിരി പേര് കരയണത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കരയണ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് ഒത്തിരി കരയാൻ തുടങ്ങി. ഞാൻ കരഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ പോലും ചോദിച്ചു ഇതെന്താ ഇവനിങ്ങനെ ഇരുന്ന് കരയണേന്ന്. പക്ഷേ പറയുകയാണ് അന്ന് അമ്മ മാതാവ് തൊട്ടതാണ് അലനെ. എന്നിട്ട് പറയുകയാണ്, അലൻ പറഞ്ഞ വചനം അതാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അപ്പോൾ അലൻ അന്ന് വിശ്വസിക്കുകയാണ്. അതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് അമ്മ മാതാവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഇനി വിശ്വസിച്ച് കഴിഞ്ഞിട്ട് നടക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ പറയുകയാണ് 14 വർഷമായിട്ടാണ് ഒരു ഭവനം വേണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ അതവർ 4 മുറിയാണ് ആഗ്രഹിച്ചത്. ഇവരുടെ കയ്യിൽ ക്യാപിറ്റലും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ കണ്ണീരോടുകൂടി അമ്മയോട് ഇവരെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പറയുകയാണ് 5 മുറിയുള്ള 3 നില വീട് നൽകി ഞങ്ങൾക്ക് സ്വപ്നതുല്യമായൊരു ഭവനം നൽകി പരിസ്ഥിതി മാതാവ് അനുഗ്രഹിച്ചു. ഇനി അതോടൊപ്പം വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന സ്ഥലം വിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, അളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊത്തിരി പേര് തടസ്സം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് ഉടമ്പടി കാശ് രൂപം കയ്യിലേന്തി പോയതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം അളക്കുന്ന സമയത്ത് അവിടെ ഒരാൾ പോലും ഇല്ല. അമ്മ മാതാവ് എല്ലാവരും എടുത്ത് മാറ്റി. എന്നിട്ട് ആ സ്ഥലം അവിടെ വിൽക്കുവാനും ഭവനത്തിൻ്റെ പണിക്ക് അത് സഹായിക്കുകയും ചെയ്തു. പിന്നെ അലനുണ്ടായിരുന്ന സ്കിൻ ഡിസീസസ് അമ്മയോട് ഇവിടെ എന്ന് പറഞ്ഞായിരുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, അമ്മയൊന്ന് ഇടപെടണേന്ന്. അമ്മ മാതാവ് ഇടപെട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഉള്ള സൗഖ്യം നൽകി.
പിന്നെ പറയുകയാണ്, അലനെ ഇംഗ്ലണ്ടിൽ പഠിക്കുവാനായിട്ട് പോകാനുള്ള അവസരം പരിസ്ഥിതി മാതാവ് കൊടുത്തു. സഹോദരി പാരീസിലായിരുന്നു. അവളുടെ ജോലി അവിടെ കൃത്യതയോടെ ആക്കുകയും മനസ്സമാധാനത്തോടെ ജീവിക്കുവാനുള്ള സന്തോഷം കൊടുത്ത് പരിസ്ഥിതി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഒരു കസിൻ്റെ വിവാഹം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയോട് പറഞ്ഞുകൊണ്ട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അതും വിവാഹവും പൂർണ്ണമായിട്ട് നടന്നു. അപ്പോൾ പിന്നെ പറയുകയാണ്, അമ്മ എപ്പോഴും ദേവാലയത്തിൽ പോയ ഒരു ഭവനത്തിന് വേണ്ടി എല്ലായ്പ്പോഴും കണ്ണു നനഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്നതിന് ശേഷമാണ് അമ്മ മാതാവ് ദൈവപിതാവിനോട് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവർ പ്രാർത്ഥിച്ച അങ്ങനെയാണ്, കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ മാധ്യസ്ഥം വഹിച്ച പോലെ ഞങ്ങളുടെ കുടുംബത്തിന് മാധ്യസ്ഥം വഹിക്കണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥന. ഈശോയുടെ ചൈതന്യത്തിൽ നിലനിൽക്കുവാനും കർത്താവിൻ്റെ കൃപ ഉൾക്കൊള്ളാനും കർത്താവിനെ സ്നേഹിക്കുവാനും അമ്മമാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും ഉടമ്പടി പ്രാർത്ഥന നമ്മളെ ശക്തരാക്കുന്നു. അലൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. അലനൊരു യുവാവ് കൂടെയാണ്. അപ്പോൾ അതൊരു വലിയൊരു സാക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒത്തിരി യുവാക്കൾ അലൻ്റെ ഈ ഒരു സാക്ഷ്യത്തിലൂടെ ഇവിടെ കൃപാസനത്തിൽ എത്തുവാനും അമ്മമാതാവിനെ അറിയുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് ദൈവത്തെ നന്ദി പറയാം.